എല്ലാവർക്കും നമസ്കാരം. എന്തിനാണ് ഒരു നാട്ടിൽ പോലീസ്? ആ നാട്ടിലെ വ്യക്തികളുടെ സാമൂഹിക വ്യക്തിപരമായ സ്വത്തിന്, ജീവന്, സാമൂഹിക സുരക്ഷയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോലീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ എന്താണ് കേരളത്തിലെ പോലീസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, എന്താണോ പോലീസ് ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കുകയും എങ്ങനെയാണോ പോലീസുകാർ പെരുമാറേണ്ടത് അങ്ങനെ പെരുമാറുകയും ചെയ്യുന്ന പോലീസിനെയാണ് നമുക്ക് കുറച്ച് നാളുകളായി കാണാൻ സാധിക്കുന്നത്. എല്ലാ പോലീസുകാരെക്കുറിച്ചുമല്ല, പക്ഷേ ചില പോലീസുകാരെക്കുറിച്ചാണ്. ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്തത് സൈബർ പോലീസായിരുന്നു. സൈബർ സെൽ CI നിയാസാണ് ഷാജൻ സ്കറിയയെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്ന നടപടികൾക്ക് നേതൃത്വം നൽകിയത്. എന്തായിരുന്നു തെറ്റ്, അല്ലെങ്കിൽ എന്താണ് താൻ ചെയ്ത തെറ്റ് എന്ന ചോദ്യത്തിന് ഉത്തരം പോലും നൽകാതെ വൃദ്ധ മാതാപിതാക്കളുടെ തൊട്ടുമുന്നിൽ വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും, സാവകാശം പോലും കൊടുക്കാതെ. ഈ പോലീസ് നടപടി വിവാദമായ സാഹചര്യത്തിൽ പോലീസ് വലിയ പ്രതിസന്ധിയിലായി. ഷാജൻ സ്കറിയയ്ക്കെതിരായ പോലീസ് നടത്തിയ നീക്കം സർക്കാരിന് തലവേദനയായി മാറി. പിണറായിസം വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചയായി. വ്യക്തിയുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സർക്കാരിൻ്റെ പോലീസ് സംവിധാനം തന്നെ അത് കയ്യേറ്റം ചെയ്യുന്ന, ആ സ്വാതന്ത്ര്യത്തെ അനുവദിക്കാതിരിക്കുന്ന പോലീസ് സംവിധാനങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിലടക്കം ചർച്ചകൾ വന്നു. പൊതുസമൂഹവും എല്ലാ കുറ്റവും മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ചു. സുപ്രീം കോടതിയുടെ അറസ്റ്റ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ച ഓപ്പറേഷനായിരുന്നു ഷാജൻ സ്കറിയയുടെ അറസ്റ്റ്. ഷാജൻ സ്കറിയയുടെ അറസ്റ്റ് ചെയ്ത രീതിയെക്കുറിച്ച് വ്യാപക വിമർശനം ഉയർന്നു. 3 മാസം മുൻപെടുത്ത ഒരു കേസിൽ രാത്രിയിൽ വീട് കയറി കസ്റ്റഡിയിലെടുക്കുക, അതിന് പിന്നിൽ ഉദ്യോഗസ്ഥന്റെ പ്രതികാരമുണ്ട് എന്നത് വ്യക്തമാണ്. ഒരു വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ പോലീസ് പാലിക്കേണ്ട നിയമ നടപടികൾ മറികടന്നാണ് ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്തതെന്ന വിമർശനം വരുന്നു. അത് വ്യക്തമാവുന്നു. അപകീർത്തി കേസിൽ നോട്ടീസ് നൽകി കേവലം വിളിപ്പിക്കാമെന്നിരിക്കെ എരുമേലി മുതൽ ഷാജൻ സ്കറിയയെ പോലീസ് പിന്തുടർന്നു. രാത്രി വീട് കയറി വസ്ത്രം ധരിക്കാൻ പോലും അനുവദിക്കാതെ കസ്റ്റഡിയിലെടുക്കുന്നു. പോലീസിന്റെ ഈ അന്യായ നടപടിയെക്കുറിച്ച് അന്വേഷിക്കാൻ DGPയെ ചുമതലപ്പെടുത്തി പിണറായി വിജയൻ. പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് വിഷയത്തിൽ വിളിച്ച് ശാസിക്കുകയും ചെയ്തു. നിങ്ങളൊക്കെ എന്ത് നോക്കിയിരിക്കുകയാണ് എന്ന് ചോദിച്ചു. ഇതോടെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് അറസ്റ്റിലാവുന്ന വ്യക്തികൾക്ക് അറസ്റ്റിന്റെ കാരണവും എന്തടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള നോട്ടീസ് നൽകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകുന്നു. അറസ്റ്റും കസ്റ്റഡിയിലെടുക്കലുമെല്ലാം നിയമപരമായിരിക്കണമെന്ന നിർദ്ദേശം വരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങളെയെല്ലാം തന്നെ ആദ്യം തന്നെ കാറ്റിൽ പറത്തിയത് പോലീസുകാർ തന്നെയാണ്. ബിന്ദുവെന്ന ദളിത് സ്ത്രീയെ വ്യാജ മോഷണ പരാതി കേസിൽ കസ്റ്റഡിയിൽ വെച്ച് പോലീസ് പീഡിപ്പിച്ച വാർത്ത തൊട്ടുപുറകെയുള്ള ദിവസങ്ങളിൽ പുറത്തുവരുന്നു. പേരൂർക്കട പോലീസിനായിരുന്നു എന്തായാലും ഈ ബഹുമതി. ഓമന ഡാനിയൽ എന്ന പരാതിക്കാരിക്ക് മാല കിട്ടും വരെ ബിന്ദുവെന്ന് പറയുന്ന ദളിത് സ്ത്രീ മാനസികമായ പീഡനം നേരിട്ടു. ഇവിടെയും നോക്കുകുത്തിയായത് DGPയുടെ സർക്കുലറാണ്. താൻ ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുന്നുവെന്നും ഇനി നീതി കിട്ടിയാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂവെന്നും ബിന്ദു ഉള്ളുനേറിക്കൊണ്ട് പറയുന്നു. മാലമോഷണ കേസിൽ പോലീസിന്റെ കടുത്ത മാനസിക പീഡനവും അവഹേളനവും ഏൽക്കേണ്ടി വന്നു. കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവും ഭീഷണിയും കേട്ടുകൊണ്ടൊരു രാത്രി മുഴുവനും ബിന്ദു പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നു. കുടുംബത്തിന്റെ പിന്തുണ കൊണ്ട് മാത്രമാണ് മാനസിക നില വീണ്ടെടുത്തതെന്നും ബിന്ദു പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരിൽ നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടിരുത്തുന്നു. പാതിരാത്രി മുഴുവനും നിങ്ങളെ അസഭ്യം പറയുന്നു, ചോദ്യം ചെയ്യുന്നു. നിങ്ങളാണ് കുറ്റം ചെയ്തതെന്ന് തെളിവുകളൊന്നും പരിശോധിക്കാതെ, ഒന്ന് വീട്ടിൽ പോയി അന്വേഷിക്കാതെ, ഈ വ്യക്തിയുടെ വീട്ടിൽ പോയി അന്വേഷിക്കാതെ പോലീസ് തന്നെ ഒരു തീരുമാനത്തിലെത്തുന്നു. അതിന് കാരണം നിങ്ങൾ ദളിതായിരിക്കാം, അല്ലെങ്കിൽ പോലീസിന്റെ മുൻവിധികളാണ് എന്ന് മനസ്സിലാവുന്നു. എന്തായാലും ഈ കേസിൽ പോലീസ് വീഴ്ചകൾ വളരെ വ്യക്തമായി. മോഷണം നടന്നു എന്ന് ഉറപ്പാക്കാതെ പ്രതിയെ തീരുമാനിച്ചു എന്നതാണ് വസ്തുത. മോഷണം നടന്നു എന്ന് ആരോപിക്കപ്പെട്ട വീടോ സ്ഥലമോ പോലീസ് പരിശോധിച്ചില്ല. മാത്രമല്ല, ഇതിനകത്ത് ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയാണ്. സ്ത്രീകളെ രാത്രിയിൽ സ്റ്റേഷനിൽ പാർപ്പിക്കരുതെന്ന് കൃത്യമായ ചട്ടമുണ്ട്. ഈ ചട്ടം തെറ്റിച്ചതാരാണ്? ഈ പിണറായി പോലീസാണ്. രാത്രിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ മജിസ്ട്രേറ്റിന്റെ അനുമതി വേണം. എന്നാൽ കസ്റ്റഡി പോലും രേഖപ്പെടുത്താതെയാണ് ബിന്ദുവിനെ സ്റ്റേഷനിൽ നിർത്തിയത്. കസ്റ്റഡിയിലെടുത്ത വിവരം ബന്ധുവിനെയോ സുഹൃത്തിനെയോ അറിയിക്കണമെന്നായിരുന്നു ചട്ടം. രാത്രിയായിട്ടും വീട്ടുകാരെ അറിയിച്ചില്ല. മക്കളുടെ ഫോൺ എടുക്കാൻ സമ്മതിച്ചില്ല. മോഷണം മുതൽ ഉണ്ടെന്ന് ഉറപ്പ് മൊഴിയോ കിട്ടാതെ രാത്രി 9-ന് ബിന്ദുവിനെയും കൂട്ടി വീട്ടിൽ തെളിവെടുപ്പിന് പോകാൻ പോലീസിന് അമിതാവേശം വന്നു. കൊടിയ കുറ്റവാളികൾക്ക് പോലും ഭക്ഷണം വാങ്ങി നൽകുന്ന ആളുകളാണ് പോലീസ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പാലക്കാട്ടെ ആ ഇരട്ടക്കൊലപാതകത്തിൽ ചെന്താമര എന്ന് പറയുന്ന ക്രിമിനലിന് പോലീസ് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ മേടിച്ചു കൊടുത്തത്. പക്ഷേ ബിന്ദുവിന് 20 മണിക്കൂർ ആഹാരം നൽകാതെ പീഡിപ്പിച്ചു.
അത് മാത്രമല്ല, വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലെ ബക്കറ്റിൽ വെള്ളമുണ്ടെന്ന് പറയുന്നു. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് അറസ്റ്റിലാകുന്ന വ്യക്തികൾക്ക് അറസ്റ്റിന്റെ കാരണവും എന്തടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള നോട്ടീസ് നൽകണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയത് കേവലം 10 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. ഇത് സംബന്ധിച്ച സർക്കുലർ പോലീസ് ആസ്ഥാനത്തു നിന്നും പുറപ്പെടുവിച്ചിരുന്നു. ഇതൊക്കെ തത്വത്തിലിരിക്കുകയാണ്. ബിന്ദുവിനെ അന്യായമായി തടവിൽ വെച്ചതാണ്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റത്തിന് വാറണ്ട് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ചെയ്ത കുറ്റകൃത്യത്തെ പറ്റിയുള്ള പൂർണ്ണ വിവരം, എന്തടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് ജാമ്യക്കാരെ ഹാജരാക്കുന്ന പക്ഷം ജാമ്യം ലഭിക്കുന്നതാണെന്നും ആ വ്യക്തിയെ രേഖാമൂലം അറിയിക്കണമെന്നും സർക്കുലറിൽ വ്യക്തമാവുന്നുണ്ട്. അറസ്റ്റിലാവുന്ന വ്യക്തികൾക്ക് നൽകേണ്ട നോട്ടീസിന്റെ നിശ്ചിത മാതൃകയും സർക്കിളിനൊപ്പം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടെന്നും DGP അറിയിക്കുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങളൊന്നും ബിന്ദുവിന്റെ കാര്യത്തിൽ പാലിക്കാതെ പിണറായി പോലീസ് മാതൃകയായിരിക്കുകയാണ്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. എന്തായാലും മുഖം രക്ഷിക്കാൻ കാര്യം ഇന്ന് പിണറായി സർക്കാർ അധികാരത്തിലേറിയിട്ട് കൃത്യമായി പറഞ്ഞാൽ 4ാമത്തെ സെക്കൻഡ് ടൈമിൽ പിണറായി സർക്കാർ 5-10 വർഷത്തിലേക്ക് കടക്കുന്നു. കേക്ക് മുറിച്ച് അവർ നെടുമ്പാശ്ശേരിയിൽ ആഘോഷിക്കുന്ന സമയത്താണ് ബിന്ദുവിനെ പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് പോലും നീതി നിഷേധിക്കപ്പെടുന്നത്. എനിക്കിതിൽ മറ്റൊരു കാര്യം കൂടി അടിസ്ഥാനപരമായി പറയാനുണ്ട്. വേടൻ എന്ന് പറയുന്ന റാപ്പർ അറസ്റ്റിലായ സമയത്ത് ദളിത് ആക്ടിവിസ്റ്റുകളൊക്കെ വലിയ രീതിയിൽ വേടന് വേണ്ടി കരയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ബിന്ദുവിന് വേണ്ടി കരയാനും പോസ്റ്റുകളിടാനും ഇവിടെ ആരുമില്ല. നമ്മളെപ്പോലെയുള്ള മാധ്യമങ്ങൾ മാത്രമാണ്. എന്തായാലും ബിന്ദുവിന് നീതി ലഭിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ചെയ്യാതെ ഒരു തെറ്റിന് താനൊരു ദളിത് സ്ത്രീ ആയതുകൊണ്ട് മാത്രം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്ന, മാനസിക പീഡനം അനുഭവിക്കേണ്ടി വന്ന, പട്ടിണി കിടക്കേണ്ടി വന്ന, സാമൂഹികമായി തന്നെ സംരക്ഷിക്കേണ്ട പോലീസ് തന്നെ തൻ്റെ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറിയ കാര്യം സമൂഹത്തോട് വിളിച്ചു പറയുന്ന ബിന്ദുവിനൊപ്പം നിന്നുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.